ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ മീൻ വെച്ചിട്ടല്ല, കോവയ്ക്ക വെച്ചിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 ഉലുവയിട്ട് പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം വഴറ്റാം. അതിലേക്കൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ താരം കോവയ്ക്കാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നീളത്തിൽ വേണം കേട്ടോ കോവയ്ക്ക അരിയാനായിട്ട്. അതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ആ ആവിയിലിരുന്നൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് മുളക് പൊടിയാണ്. പിന്നെ നല്ല കഴുകിയ കുടംപുളി ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇച്ചിരി സോക്ക് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളത്തേപ്പാട് അങ്ങോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ചും കൂടെ ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. then അത് കഴിഞ്ഞ് ആഡ് ചെയ്യേണ്ടത് അരപ്പാണ്. അരപ്പിൽ നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല. 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നൊയമ്പ് കാലത്തൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ കോവയ്ക്ക വെച്ചിട്ട് ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു മീൻകറി കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഇടയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഇനി ഈ കറി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.